ആസ്ക് മീ ആൻഡ് ക്ലോസ് മീ. ഈ ചോദ്യം ഇല്ലാതെയാണോ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത്? എത്ര പേര് സെയിൽസിൽ വർക്ക് ചെയ്യുന്നുണ്ട്? എന്നോട് നേരിട്ട് ചോദ്യം ചോദിക്കും, ഇതാ തോക്ക് വെടിക്ക്, 30 സെക്കൻഡ് ഉണ്ട്. മനസ്സിലായോ? എവിടെയാണ് നമ്മൾ സ്റ്റക്ക് ആവുന്നതെന്ന് മനസ്സിലായോ? നമുക്ക് എരയുള്ളതിനെ മാത്രം പിടിച്ചാൽ പോരെ. അപ്പൊ ആദ്യമേ നോക്കുക ഇത് എരയാണോ അല്ലേന്ന്. എര അല്ലാന്നുണ്ടെങ്കിൽ വിട്ടേക്ക്. കീമോതെറാപ്പി എപ്പോഴാണ് ചെയ്യാം? ക്യാൻസർ ആണെന്ന് കൺഫേം ആയിട്ട് ഒരു സ്റ്റേജ് എത്തുമ്പോഴല്ലേ. അതിന് മുന്നേ കുറെ സിംറ്റംസ് വരില്ലേ? ആ ടൈമിൽ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയാലോ ഡയറക്റ്റ് കീമോ പറയൂ. ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നമുക്ക് വേണ്ടത് ചിലപ്പോൾ 1000 പേരെ ആയിരിക്കും. പക്ഷെ നിങ്ങളൊരു പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമുള്ളവനും ഇല്ലാത്തവനൊക്കെ എൻക്വയറി ചെയ്യും. ഇതൊരു വലിയ പ്രശ്നമല്ലേ? അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലീഡ്സിനെ നമ്മൾ എപ്പോഴും IQL, MQL, SQL, PQL ഇതെല്ലാം ലീഡാണ്. പ്രോസ്പെക്റ്റ് നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ അത് കൺവേർട്ട് ആകുന്നതിന് മുന്നേ കുറച്ച് സ്റ്റേജസ് ഉണ്ട്. ഇതിൽ IQL എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ക്വാളിഫൈഡ് ലീഡ്സ്. ഇൻഫർമേഷൻ ക്വാളിഫൈഡ് ലീഡ്സ് എന്ന് പറയുന്നത് നിങ്ങൾ പരസ്യം ചെയ്തിട്ടോ എങ്ങനെയോ നിങ്ങൾക്ക് വന്ന ലീഡ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഈ ലീഡ് കൺവേർട്ട് ആയില്ല എന്നല്ല നമ്മൾ പറയപ്പോഴും. അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലീഡ് കൺവേർട്ട് ആവുക എന്ന് പറഞ്ഞാൽ ഈ ലീഡിന് മൾട്ടിപ്പിൾ സ്റ്റേജസ് ഉണ്ട്. നമ്മൾ ഇതറിയാതെയാണ് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇൻഫർമേഷൻ ക്വാളിഫൈഡ് ലീഡ്, നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് അയാൾ ഉത്തരം തന്നു. നമ്മൾ ചോദിച്ച ഇൻഫർമേഷൻ അയാൾ തന്നു. സോ ദിസ് പേഴ്സൺ ഈസ് ഇൻഫർമേഷൻ ക്വാളിഫൈഡ് ലീഡ്. നിങ്ങൾക്ക് ഫേസ്ബുക്കിലൊക്കെ പരസ്യം ചെയ്ത് കിട്ടുന്ന ലീഡ് ആക്ച്വലി ഇൻഫർമേഷൻ ക്വാളിഫൈഡ് ലീഡാണ്. ഇത് ഒരിക്കലും ഡയറക്റ്റ് സെയിൽസിലേക്ക് പോകാൻ പറ്റിയ ഒരു ലീഡല്ല. അപ്പോൾ നിങ്ങൾ ലീഡ് എന്ന് പറയുമ്പോൾ ദയവ് ചെയ്ത് ഇതിനെ ലീഡായിട്ട് കൺസിഡർ ചെയ്യരുത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചോദിച്ചു? ഇതിനകത്ത് ക്വാളിഫയർ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ? ആർ യു എ മെഡിക്കൽ പ്രൊഫഷണൽ എന്ന് ചോദിച്ചില്ലേ? ആ ചോദ്യം ചോദിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അറിയാൻ ആഗ്രഹമുണ്ടോ? പോകാൻ ആഗ്രഹമുണ്ടോ? അപ്പൊ അതിനൊക്കെ അയാൾ പോസിറ്റീവായിട്ടുള്ള ഒരു ഉത്തരമാണ് തന്നതെങ്കിലോ പൊട്ടൻഷ്യൽ ലീഡായി മാറി. അതിനാണ് മാർക്കറ്റിംഗ് ക്വാളിഫൈഡ് ലീഡ് എന്ന് പറയുന്നത്. നമ്മളുടെ പരസ്യത്തിലൂടെ നമുക്ക് കിട്ടിയ ലീഡ്സ് അവരാഗ്രഹിക്കുന്നു ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളത്. അതാണ് MQL. ഇവരെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാം, ബട്ട് അർജൻസി ഇല്ല. ഇനി അടുത്തൊരു ചോദ്യം നിങ്ങൾ എന്താ ചോദിക്കുക? ഇതിനെല്ലാത്തിനും യെസ് പറഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്താ? സെയിൽസ് ആണല്ലോ. മാർക്കറ്റിംഗ് കഴിഞ്ഞാൽ സെയിൽസ് ആണല്ലോ. ഈ സെയിൽസിൽ നിന്ന് നിങ്ങൾ തിരിച്ച് ചിന്തിക്കുക. ഇതിൽ ചെയ്യുന്നത് ഇതാണ്, അയാൾ ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിനെയും കണക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കാം? അത് മാത്രമേ ചോദിക്കാവൂ. വാട്ട് ഡു യു എക്സ്പെക്ട് ഫ്രം എൻ OET അക്കാഡമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് ആംബിയൻസ്, ബ്യൂട്ടിഫുൾ ടീച്ചേഴ്സ്. പോയില്ലേ? വേറെ ട്രാക്കിലേക്ക് പോയി. അപ്പോൾ ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ വിൽക്കുന്ന പ്രൊഡക്റ്റ് വാങ്ങാൻ ഞാൻ വന്ന് നിൽക്കുന്നു. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ യെസ് പറഞ്ഞു. നൗ ആസ്ക് മീ ആൻഡ് ക്ലോസ് മീ. ഈ ചോദ്യം ഇല്ലാതെയാണോ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത്? എത്ര പേര് സെയിൽസിൽ വർക്ക് ചെയ്യുന്നുണ്ട്? എന്നോട് നേരിട്ട് ചോദ്യം ചോദിക്കും, ഇതാ തോക്ക് വെടിക്ക്, 30 സെക്കൻഡ് ഉണ്ട്. മനസ്സിലായോ? എവിടെയാണ് നമ്മൾ സ്റ്റക്ക് ആവുന്നതെന്ന് മനസ്സിലായോ? നമുക്ക് എരയുള്ളതിനെ മാത്രം പിടിച്ചാൽ പോരെ. അപ്പൊ ആദ്യമേ നോക്കുക ഇത് എരയാണോ അല്ലേന്ന്. എര അല്ലാന്നുണ്ടെങ്കിൽ വിട്ടേക്ക്.